നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തിയ നമ്മുടെ സ്വന്തം ലാലേട്ടനാണ് ഇന്നും നമ്മുടെ അതിഥി. അദ്ദേഹത്തിൻ്റെ അഭിനയ നാൾവഴികളിലൂടെയുള്ള പ്രയാണം ഈ എപ്പിസോഡിലും തുടരുകയാണ്. നമുക്ക് വീണ്ടും സ്വാഗതം ചെയ്യാം നമ്മുടെ അഭിമാനത്തെ, നമ്മുടെ അഹങ്കാരത്തെ, നമ്മുടെ സ്വന്തം ലാലേട്ടനെ. ശ്രീ മോഹൻലാലിനെ സ്വാഗതം ചെയ്യാം. ലാൽ മോഡൽ സ്കൂളിലെ ഒരു സ്കൂൾ വിദ്യാർത്ഥി, MG കോളേജിലെ ഒരു വിദ്യാർത്ഥി. ഒരു പക്ഷേ ലാലിനെ കുറിച്ച് ആൾക്കാർ സംസാരിക്കുമ്പോൾ എപ്പോഴും ഇതാ ഗവൺമെൻറ് മോഡൽ സ്കൂൾ. ലാലിനെ ഉണ്ടാക്കിയെടുത്തത് ഇതൊക്കെയാണ്. ഒരു പക്ഷേ ലാലിൻ്റെ DNA ഇതെല്ലാം കയറിയിരിക്കുകയാണ്. ആയിരിക്കാം, തീർച്ചയായിട്ടും അങ്ങനെയല്ലേ. മോഡൽ സ്കൂള് സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ബെസ്റ്റ് ആക്ടറെന്ന്. ഞാനൊരു 2 മാസം മുമ്പ് ഇവിടെ വീണ്ടും പോയി ഷൂട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് സങ്കടം തോന്നി ആ സ്കൂളിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ. അത് എന്താ പറയുക, അതൊന്നും പ്രോപ്പറായിട്ടൊന്നും ശ്രദ്ധിക്കപ്പെടുന്നില്ല. ഒരുപാട് വലിയ വലിയ ആൾക്കാർ ലാലിൻ്റെ സ്വഭാവം രൂപീകരിച്ച ഒരു പക്ഷേ ഈ 2-3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. തീർച്ചയായിട്ടും നമ്മുടെ സുഹൃത്തുക്കളുണ്ടാകാം, സ്കൂളെന്നൊക്കെ പറയുന്നത് നമ്മുടെ സാറന്മാരുണ്ടാകാം. അറിഞ്ഞോ അറിയാതെ നമ്മളെ, അതാണ് നേരത്തെ പറഞ്ഞത്, ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങളുണ്ടാകാം. അതൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതി ആയിരിക്കാം. അതിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിച്ചിരിക്കുന്നു. കൗമാരകാലത്തെ താങ്കളുടെ സുഹൃത്തുക്കളോടൊപ്പം താങ്കൾ ചെലവഴിച്ച ദിവസങ്ങളും അതൊക്കെ ഒരുപക്ഷെ താങ്കളെക്കാൾ കൂടുതൽ രസത്തോടെ താങ്കളുടെ സുഹൃത്തുക്കൾ ഇപ്പോഴും പറയാറുണ്ട്. ഒരു പക്ഷേ എനിക്ക് ഇത്തരം കാര്യങ്ങൾ ഞാൻ ഓർമ്മയിലില്ല. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പഴയ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മറക്കാനും അത് പിൽക്കാലത്ത് ഇത് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. പക്ഷെ അവർക്ക് അവരുടെ കൂടെയുള്ളൊരു സുഹൃത്ത് ഇങ്ങനെ ഒരു പൊസിഷനിലോ അല്ലെങ്കിൽ സിനിമയിലോ വരുന്ന സമയത്ത് അവർക്ക് റിക്കളക്ട് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകാം. ഞാനിങ്ങനെ ലാലിനെ കുറിച്ച് ഇങ്ങനെ പലരോടും സംസാരിച്ചപ്പോൾ നിങ്ങളന്ന് ഉപയോഗിച്ചിരുന്ന പദപ്രയോഗങ്ങളുണ്ട്. ഒരു പദപ്രയോഗം, ഇത് ഞാൻ കണ്ണൂരുള്ള ആളാണ്, അതുകൊണ്ട് എനിക്ക് പലപ്പോഴും നിങ്ങളുടെ തിരുവനന്തപുരം ഭാഷ പിടിയിട്ടാറില്ല. ഊച്ചാളി പീസ് എന്നൊരു ഭാഷ നിങ്ങൾ അന്നത്തെ പ്രയോഗങ്ങളിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങളുടെ സ്വഭാവവുമായി അന്നത്തെ ഒരു പ്രത്യേക സ്വഭാവ രീതികളെ ആണോ എനിക്കറിയില്ല. ഞാനത് ഒരു പക്ഷേ ഉണ്ടാകാം. ഊച്ചാളി പീസ് എന്ന് പറയുന്നത് ആണോ ഇന്ത്യൻ കോഫി ഹൗസിന് മുമ്പിൽ നിൽക്കുന്ന ചിത്രം. ശരി, പ്രിയൻ ഇപ്പം ഈ കോഫി ഹൗസ് ഒന്നും ഇല്ല, അതൊക്കെ പോയി വേറെ വേറെ തരങ്ങൾ ഇവിടെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഒരുപാട്. അങ്ങനെ അന്നത്തെ ഏറ്റവും വളരെ രസകരമായ കാര്യങ്ങൾ മാത്രമേ, അല്ലാതെ നമുക്കൊരു എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ഒരാളെ ദ്രോഹിക്കുക അല്ലെങ്കിൽ ഒരു ഹ്യൂമർ എന്ന് പറയുന്ന, ഒരു പക്ഷേ പ്രിയനൊക്കെ പിൽക്കാലത്തെ സിനിമയിലേക്ക് അത് കൊണ്ടുവന്നതൊക്കെ ഒരുപാട് നമ്മൾ ചെയ്തിരിക്കുന്ന ഹ്യൂമറുകൾ തന്നെയാണ്. എല്ലാം ഒരു തമാശയിലൂടെയാണ് ഞങ്ങളുടെ കൗമാരകാലം കടന്നു പോയത്. അതുകൊണ്ട് ഇപ്പോഴും ഈ ആൾക്കാരൊക്കെ തന്നെയാണ് ഇപ്പോഴും സിനിമയിൽ. പ്രിയനായാലും അശോകായാലും സുരേഷ് ആയാലും മണിയമ്പിള്ള രാജു ആയാലും ഇപ്പം ആ സമയത്ത് കുറച്ച് സീനിയേഴ്സ് ആയിരുന്നു, ജഗദീഷ് ശ്രീകുമാർ, വേണുശേരനൊക്കെ. പക്ഷേ ഇപ്പോഴും ആ തമാശയിൽ കൂടെ തന്നെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. കൊണ്ട് ഭയങ്കര രസമാണ് ഇപ്പോഴും ജീവിതം. വരട്ടെ, ഒരാൾ വരേണ്ട സമയമായിരിക്കുന്നു. 1978 സെപ്റ്റംബർ 3 ഞായറാഴ്ച 11 മണിക്ക് അളിയാൻ നമ്മൾ നിൻ്റെ വീടിന് മുമ്പ് വെച്ചാണ് ആദ്യമായിട്ട് തിരുനോട്ടം എന്നുള്ള പടം തുടങ്ങുന്നത്. അത് നീ എന്നും ഓർക്കുന്നുണ്ടെന്നറിയാം. പക്ഷെ ഞാനിപ്പോൾ ഓർമ്മിപ്പിച്ചത് അതിൻ്റെ ഒരു സംഭവം വെച്ചാൽ ആദ്യമായിട്ട് ലാലെ ഇന്ത്യൻ സിനിമയിൽ നിന്നെ വ്യൂ ഫൈൻഡറിൽ കൂടെ നിൻ്റെ അഭിനയം കണ്ട് ആദ്യത്തെ ഡയറക്ടർ ഞാൻ. അതിപ്പോഴും വളരെ നൊസ്റ്റാൾജിയോട് കൂടിയിട്ട് വലിയ കാര്യം. തീർച്ചയായിട്ടും അശോകനെയും ഞാൻ ഒരു ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് മനസ്സുകൊണ്ട് ആലോചിക്കാറുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം സിനിമ എന്ന് പറയുന്നത് ആദ്യത്തെ ഷോട്ട് എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ, എൻ്റെ റോഡിൽ ഞാനൊരു സൈക്കിളിൽ വരുന്ന ഷോട്ടാണ്, അത് വീഴുന്ന ഷോട്ടാണ്. അപ്പോൾ ആ സിനിമ മിക്കതും ഷൂട്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ വീട്ടിൽ തന്നെയാണ്. അതെ, ഒരു മന്ദബുദ്ധിയുടെ വേഷമായിരുന്നു. അതെ, അന്ന് തന്നെ ലാലിലെ ഹ്യൂമർ സുഹൃത്തുക്കൾ നന്നായി തിരിച്ചറിഞ്ഞു. കാര്യം ഞാൻ സ്കൂളിൽ അഭിനയിക്കുന്നത് അല്ലെങ്കിൽ കോളേജിലെ ഒരു ബെസ്റ്റ് ആക്ടറായിരുന്നു. ആ സമയത്തൊക്കെ ഒരു ഹ്യൂമർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് നാടകങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അശോകനും മറ്റു സുഹൃത്തുക്കളൊക്കെ ഇപ്പോഴും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആ കാലഘട്ടത്തിലെ സംഭവങ്ങളെക്കുറിച്ചായിരിക്കും. അതെ, ലാലിപ്പം വളരെ തിരക്ക് പിടിച്ച് നടന്നായതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അങ്ങനെ സംസാരിക്കാനുള്ള ഒരു സമയമോ സാവകാശമോ കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ അതിൻ്റെ ഒരു ഏറ്റവും വലിയ മനോഹരമായ കാര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ അവരിപ്പോഴും ഈ സിനിമ എന്ന് പറയുന്നതിൽ തന്നെയാണ്
ഇപ്പോഴും അശോക് എന്ന് പറയുന്ന ആൾ വളരെ അടുത്ത കാലത്തൊരു സിനിമ നിർമ്മിച്ചു. പിന്നെ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താണ് സിനിമ എടുക്കാൻ, അയാൾ 2 സിനിമയെ ഡയറക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ പുള്ളി പറഞ്ഞു എല്ലാവർക്കും എല്ലാം പറഞ്ഞിട്ടുള്ളതല്ല, എനിക്കിത് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ബിസിനസ് രംഗത്തേക്ക് പോയി. അതിൽ ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് മാറി അല്ലേ. പ്രിയദർശൻ എന്ന് പറയുന്ന ആൾ ഏറ്റവും സക്സസ്ഫുള്ളായിട്ട്. സുഹൃത്തുക്കളുടെ ഒരു സാന്നിധ്യമാണ് ഒരു പക്ഷേ ലാൽ എന്നുള്ള വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ആക്ടറെ, അഭിനേതാവിനെ 100%. അതിലൊന്നും യാതൊരു സംശയമില്ല. വരണം, ആയിക്കോട്ടെ. മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ്, പുതുമുഖങ്ങളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടൊരു അഡ്വർടൈസ്മെൻറ്റ് പത്രത്തിൽ. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ ലാലിനെ നിർബന്ധിക്കുക ഈ ചിത്രത്തിന് വേണ്ടിയിട്ട് സ്റ്റിൽസ് എടുത്ത് അയക്കാം എന്ന് ഞങ്ങൾ അവിടെ നിന്ന് തീരുമാനിക്കുകയും ചെയ്തു. എന്നിട്ട് ഫോട്ടോ എടുത്തു. ഞങ്ങളത് കുറച്ച് ഫോട്ടോസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് കളർ ഫോട്ടോയും കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസും ഉണ്ടായിരുന്നു. അത് ഡെവലപ്പ് ചെയ്ത് പ്രിൻ്റ് അടിച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ലാലിനത് അത്ര ഇഷ്ടം തോന്നില്ല. ആ ഫോട്ടോസ് കണ്ടപ്പോൾ അത്ര താല്പര്യം തോന്നില്ല. അപ്പം ഇതെല്ലാം കൂടെ എടുത്തുകൊണ്ട് ഒരു ദിവസം എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞാൽ ഞാൻ ഇത് അയക്കുന്നില്ല, ഇത് ഫോട്ടോസ് അത്ര നന്നായിട്ടില്ല, ഇത് അയച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ റൂമിൽ എൻ്റെ മേശപ്പുറത്തിട്ട് വെച്ചിട്ട് ലാൽ വീട്ടിൽ പോയി. അപ്പം ഞാൻ ഉച്ചയ്ക്ക് കിടന്നുറങ്ങി. വൈകിട്ടായപ്പോഴത്തേക്ക് അമ്മ ചായയായിട്ട് വന്നപ്പോഴത്തേക്ക് മേശയെല്ലാം ഇങ്ങനെ ഇതായിട്ട് കിടക്കുന്നതെല്ലാം അടുക്കി വെക്കുമ്പോഴത്തേക്ക് ഈ ഫോട്ടോ എടുത്ത് നോക്കിയിട്ട് ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ലാൽ അയക്കാൻ വെച്ചിരുന്നതാണ്, നാളെ ഇന്നാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, അയക്കുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടിട്ടാണ്. അതെന്തിനാ ചുമ്മാ അയച്ചുതരാം, എന്തിനാ അത് വെച്ചിരിക്കുന്നത്, എന്തായാലും നോക്കാം. അപ്പം ഞാൻ തന്നെ അപ്പോൾ തന്നെ പോയിട്ട് ട്രിവാൻഡ്രത്ത് പുളിമൂട്ടിൽ ജീപ്പ് പോയെന്ന് പോസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു വരികയും പിറ്റേ ദിവസം ഒരു ലാലിന് ടെലഗ്രാം വരികയും ചെയ്തു. അപ്പോഴാണ് ലാൽ എന്നെ വിളിച്ച് ചോദിക്കുന്നത് നീ അത് അയച്ചു അല്ലേ എന്നെ വിളിച്ച് ചോദിക്കുകയും ചെയ്തു. ആ ഫോട്ടോസ് അയക്കാൻ സുരേഷ് കുമാറിൻ്റെ അമ്മയ്ക്ക് തോന്നിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ലാലെന്നുള്ള ഈ വിസ്മയം എൻ്റെ മുമ്പിൽ ഇരിക്കില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് അതാണ് ഒരു അമ്മ എന്ന് പറയുന്ന വാക്കിൻ്റെ അവിടെ ഒരു അമ്മ വന്നിരിക്കണോ, അവിടെ ഒരു അമ്മ വന്നു. ഒന്നാമത് നമ്മൾ പിന്നെ ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കണമെന്നോ അല്ലെങ്കിൽ ഈ സിനിമയിലൂടെ എന്തൊക്കെ ആകാമെന്നൊന്നും ആഗ്രഹിച്ചിട്ടേ ഇല്ലായിരുന്നു അന്ന്. തിരനോട്ടം എന്നുള്ളത് നമ്മുടെ അന്ന് +2 ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നേരെ കോളേജിൽ പോയപ്പോൾ അശോക് പറഞ്ഞ സിനിമ ശരി അഭിനയിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അച്ഛൻ പറഞ്ഞു നീ ഡിഗ്രിക്ക് പോകണം അല്ലേ. അതൊക്കെ ഒരു ഡിഗ്രി എന്ന് പറയുന്ന ഒരു മസ്റ്റാണ്. അന്ന് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ലല്ലോ നമുക്ക്. അങ്ങനെ പോയിട്ട് ആ എക്സാം എഴുതുന്ന സമയത്താണ് ഇത് നടന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു തമിഴ് സിനിമ എടുക്കാൻ വേണ്ടിയിട്ടാണ് മദ്രാസിലേക്ക് വന്നത്. സുരേഷിൻ്റെ അമ്മാവൻ കരയിത്തൊടാതെ അലൈകൾ എന്ന് പറഞ്ഞിട്ട് വലിയ പാട്ട്. അമ്മാവൻ്റെ കുറേ പൈസ പോയി കിട്ടി? ഒന്നും പോയിട്ടില്ല, അത് ഷൂട്ട് ചെയ്തിട്ടില്ല. കുറേ റെക്കോർഡിംഗ് ഒക്കെ നടന്നില്ലേ? ചെറിയ പൈസയാണ്. പക്ഷേ അദ്ദേഹത്തിന് അത് പോകണമെന്നുണ്ടായിരിക്കും. പക്ഷെ ആ സിനിമ അങ്ങനെ പോയത് കൊണ്ടാണ് അവിടെ വെച്ച് കുറച്ച് ഫോട്ടോസ് എടുക്കുകയും ഇങ്ങനെ പേപ്പറിൽ ഇങ്ങനൊരു അഡ്വർടൈസ്മെൻറ്റ് അവിടെ വെച്ച് കാണുകയും ഇതിലേക്ക് അയക്കാമെന്ന് തോന്നുകയും. ഇനി ഈ സുരേഷ് പറയാതെ കഥ പറഞ്ഞാൽ ഞാനിത് കൊണ്ടുപോയതാണ്. ഇത് കൊണ്ടുപോയപ്പോൾ അന്ന് 5 രൂപ 10 രൂപ അങ്ങനെ എന്തോ ഒരു വലിയ ഒരു നോട്ടാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പം അവിടെ അയക്കുന്ന ആൾ പറഞ്ഞു പോയി ചില്ലറ വാങ്ങിച്ചോണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാനതൊരു ബാഡ് ഒമനോ അല്ലെങ്കിൽ എനിക്കതൊരു താല്പര്യം തോന്നില്ല. അത് നെക്സ്റ്റ് ഡേയുമാണ്. പിന്നെ ഈ ഫോട്ടോ കണ്ടാൽ ഇത് അയക്കണമെന്ന് എനിക്ക് തോന്നണ്ടേ? അത്ര നല്ല ഫോട്ടോ അല്ലത്. കാര്യം നല്ല ഫോട്ടോ അല്ലാത്തതുകൊണ്ട് അല്ല, എൻ്റെ മുഖം അങ്ങനെ ആയിരുന്നുകൊണ്ട് ഇത് കണ്ടാണ് പിന്നെ ആൾക്കാർക്ക് ഇഷ്ടമായത്. ഇതിപ്പം ലാൽ പറഞ്ഞ അതാണ് സത്യം. അതെ. അപ്പോൾ അത് അരിച്ചിറങ്ങുകയാണ് മനസ്സിലേക്ക്. അപ്പോൾ അങ്ങനെ ഈ സിനിമയിലേക്ക് അയക്കുകയും അത് ലാസ്റ്റ് ഡേ ആയിരുന്നു. അവർക്ക് അതുവരെ ആരെയും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ചെന്നപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾക്കിങ്ങനെ പുതിയ സിനിമയ്ക്ക് വേണ്ടി ഒരു വില്ലനെ വേണം, ഈ രജനീകാന്ത് അല്ലെങ്കിൽ അന്ന് അങ്ങനെ ഒരുപാട് അങ്ങനെയൊക്കെ വന്ന പോലെ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. അതെ. അദ്ദേഹം വന്നില്ലെങ്കിൽ പ്രശ്നമാകും. ആണോ? മോഹൻലാൽ എന്ന നാണം കുടുങ്ങിയെ ഞാൻ നാണം കുടുങ്ങിയെന്ന് പറയാൻ കാരണം അന്നും ഇന്നും ലാലൊരു നാണം കുടുങ്ങി തന്നെയാണ്. എസ്പെഷ്യലി ഈ ക്രൗഡുകളുടെ ഇടയിൽ വരുമ്പോൾ ഒരു എസ്കേപ്പ് ചെയ്യാനുള്ളൊരു ഒരു മനോവായിട്ട് നടക്കുന്ന ഒരു നാണം കുടുങ്ങി. അപ്പോൾ ആ നാണം കുടുങ്ങലാണ് ശരിക്കും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ വില്ലനായിട്ട് ലാലിനെ കാസ്റ്റ് ചെയ്യാനുണ്ടായ കാര്യം. അതാണ് പറഞ്ഞത്. ഈ രജനീകാന്ത് പോലെയൊക്കെ ചെയ്യുന്ന ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ ചെയ്യാം. പക്ഷെ രജനീകാന്തിൻ്റെ വരവും ലാലിൻ്റെ വരവിനും ഒരുപാട് സമാനതകളുണ്ടെന്നാണ് ആൾക്കാർ പറയുന്നത്.
രജനീകാന്ത് ഒരു സിനിമയിൽ ഇതുപോലെ ഒരു മൂന്നാം വേഷം വില്ലനായിട്ടാണ് വന്നത് അദ്ദേഹം. അല്ല, അതുകൊണ്ടാണ് ആ സമയത്ത് പുള്ളിയുടെ ഒരു രജനി സ്റ്റൈൽ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയില്ല, ഞാൻ അറിയാവുന്ന പോലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടു. അപ്പോൾ ഒരുപാട് പേരുണ്ട്, സിബി ഉണ്ട്, ജിജോ ഉണ്ട്, ഇവരെ കുറേ ആൾക്കാരുണ്ട്. ഇന്റർവ്യൂ ചെയ്ത് ഇവരൊക്കെ തന്നെയാണ് അല്ലേ? അപ്പോൾ അങ്ങനെ കുറേ സിറ്റുവേഷൻ കുറേ രംഗങ്ങളൊക്കെ ലാൽ അവിടുത്തെ അഭിനയിച്ച് കാണിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ പിന്നെ കുറവ് മാർക്ക് തന്നതൊക്കെ സിബിയാണ്. 2 മാർക്കൊക്കെയാണ് അന്ന്. 2 മാർക്ക് 2 അങ്ങനെയൊക്കെയുള്ള 3 മാർക്ക് മറ്റേത് അങ്ങനെ. അപ്പോൾ 10ൽ 2 മാർക്ക്. അതെ, 10ലല്ല 100ൽ 2 മാർക്ക്. പിന്നെ അദ്ദേഹത്തിൻ്റെ സിനിമയിലൂടെയാണ് എനിക്ക് 2 നാഷണൽ അവാർഡുകളും കിട്ടിയത്. ഇതാണ് വിധി വൈപരീത്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജിജോ എടുത്ത് ഫാസിൽ പാച്ചിക്ക ചോദിച്ചു എത്ര മാർക്കെന്ന് ചോദിച്ചപ്പം അദ്ദേഹം തിരിച്ച് പാച്ചിക്കയോട് ചോദിച്ചു, ഫാസിലിനോട് ചോദിച്ചു എത്ര മാർക്ക്. പുള്ളി എനിക്ക് എന്തോ 95 മാർക്ക് തന്നു. അപ്പോൾ ജിജോ 98 ആക്കിയതിന്. അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിൽ വരുന്നത്. അപ്പോൾ സിബിയുടെ മാർക്കിൽ അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ അതെ ലാൽ തട്ടിപ്പോയനെ. അല്ല, സിബി ഒക്കെ അവരുടെ അന്നത്തെ ഒരു ടീമിലെ മെമ്പേഴ്സാണ്. ഇവരായിരുന്നു ഡിസൈഡിങ് ഫാക്ടർ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഞാൻ നവോദയ അപ്പച്ചനെ കണ്ടു. അപ്പോൾ ഇന്നലെയും ഞാൻ നവോദയയിൽ പോയി ഷൂട്ട് ചെയ്തിട്ട് വരികയാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് പോയപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ ഓർത്തു. ഏതാണ്ട് 33 വർഷത്തോളം. ഒരു പക്ഷേ ഇതുപോലെ വില്ലൻ വേഷങ്ങളിൽ നിന്നൊരു സൂപ്പർ സ്റ്റാർ ജനിക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമായി സംഭവിച്ചിട്ടുണ്ട്. എല്ലാവരും എനിക്ക് വന്ന ഒരു പക്ഷേ ചിരഞ്ജീവി ആയാലും അല്ലെങ്കിൽ രജനീകാന്ത് ആയാലും അങ്ങനെ ഒരുപാട് പേര് നിമിത്തങ്ങളുണ്ട്. ഒരുപാട് പേര്. ഞാൻ ഒരുപാട് സിനിമകളിൽ ഞാൻ പിന്നെ വില്ലൻ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു ഡസനോളം സിനിമകളിൽ പിന്നീട് ലാല് വില്ലൻ വേഷങ്ങളിലാവുന്നത്. എപ്പോഴും അങ്ങനെയാണ് വേണ്ടത്. അതായത് ഒരു വില്ലൻ ഉണ്ടായാലും ഒരു ഹീറോ ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് നമ്മൾ ഈ വില്ലൻ എന്നുള്ള വാക്ക്, പിന്നെ അതിന് പുതിയ ഒരുപാട് വാക്കുകൾ, ആൻറ്റി ഹീറോ അല്ലെങ്കിൽ നെഗറ്റീവ് എന്നൊക്കെ പറയുന്നതിനേക്കാളും നല്ലത് എല്ലാവരും ആക്ടേഴ്സായിട്ട് തന്നെയാണ് അത് കാണുന്നത്. ഒരു വില്ലൻ ഹീറോ എന്നുള്ളൊരു വാക്കാണ്. ഞാനിപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴും എനിക്ക് അത് കഴിഞ്ഞ് ഒരുപാട് ആൻറ്റി ഹീറോ സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ വരാൻ പോകുന്ന പുതിയ സിനിമ തന്നെ അത്തരത്തിൽപ്പെട്ട ഒന്നാണ്, ജില്ല എന്ന് പറഞ്ഞ തമിഴ് സിനിമ. അതിൽ അതെ, അതിനൊരു നെഗറ്റീവ് റോളോ പോസിറ്റീവ് റോളോ എന്നൊന്നും പറയാൻ പറ്റില്ല. അല്ല, ലാലിപ്പോൾ ഇപ്പം ഞാനും നേരത്തെ ഉദ്ദേശിച്ചൊരു ഉപയോഗിച്ചൊരു പദം ലാൽ പറഞ്ഞു, അത് അങ്ങനെയല്ലേ, ഒരു പദം മാത്രമല്ലേ. ഇപ്പം സൂപ്പർ സ്റ്റാർ, ഒരു സൂപ്പർ സ്റ്റാർ ആയിരിക്കുന്ന ഒരാൾ ഇതുപോലുള്ള വില്ലൻ വേഷങ്ങൾ ചെയ്യുന്നതിൽ ഒരുപക്ഷെ മറ്റ് ഭാഷകളിലുള്ള നടന്മാർ തയ്യാറാകണമെന്നില്ല. ഇവിടെയും ലാലിൻ്റെ ഫാൻസും ലാലിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും വേണമെങ്കിൽ എതിർത്തേക്കാം. ലാലെന്നുള്ള നടൻ വേണമെങ്കിൽ കണ്ടാൽ ഇപ്പോൾ എപ്പോഴും അങ്ങനെയാണല്ലോ. ആ സിനിമ കണ്ടിട്ട് മോഹൻലാൽ എന്തിനാണ് ഈ സിനിമ പോയി ചെയ്തതെന്ന് ആരും ചോദിക്കില്ല, എന്നെ ഇഷ്ടപ്പെടുന്നവർ. കാര്യം ആ സിനിമയിൽ അത് നമ്മളെപ്പോഴും ഇയാൾ തന്നെയാണ് ഈ സിനിമ ചെയ്യേണ്ടിയിരുന്നത് തോന്നിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ആക്ടറുടെ ധർമ്മം അല്ലേ. എപ്പോഴും ഞാൻ പറയാറുണ്ട്, എഴുതി വച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റിൽ അല്ലെങ്കിൽ ആ ഡയറക്ടർ കൺസീവ് ചെയ്ത ഒരു ക്യാരക്ടർ ഉണ്ടാവും. അല്ല, ഈ ആക്ടർ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാകുന്ന അദ്ദേഹത്തിനൊരു ധാരണ ഉണ്ടാകും. ആ ആക്ടർ ആ ധാരണയിൽ നിന്ന് മോളിൽ പോകുമ്പോഴാണ് ഒരു ആക്ടറുടെ ബ്രില്യൻസ്. മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ എന്തുകൊണ്ട് ഒരു നാഴികല്ല, അത് ലാലിന് മാത്രമല്ല, മലയാള സിനിമയ്ക്ക് മാത്രം ലാലിൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തിനും കൂടി. ആ സുഹൃത്ത് ഇപ്പം വരേണ്ട സമയമായി. വരട്ടെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ മോഹൻലാലിൻ്റെ കൂടെ നവോദയയിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കാണാൻ പോയതാണ്. അതായിരുന്നു അതിൻ്റെ തുടക്കം. അന്ന് ഷൂട്ടിംഗ് കാണുന്ന സമയത്ത് അതൊരു പാച്ച് വർക്കായിരുന്നു സിനിമയുടെ എൻഡിലോട്ടുള്ള. ആ പാച്ച് വർക്കിൻ്റെ സമയത്ത് ഫാസിൽ എന്ന് പറഞ്ഞ വ്യക്തി ഒരു രാത്രിയിലൊരു ലൈറ്റ് ടവറിൻ്റെ അടുത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അറിയാതെ ക്ലാബ് ബോർഡ് എൻ്റെ കയ്യിലെടുത്ത് തരുന്നു. അപ്പോൾ ലാലെന്നെ ജിജോയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ആലപ്പുഴയ്ക്ക് കൊണ്ടുപോയതാണ്, എനിക്ക് സിനിമയിൽ താല്പര്യമുണ്ടെന്നൊക്കെ അറിഞ്ഞിട്ട്. അങ്ങനെ അവിടെ വെച്ചിട്ട് അറിയാതെ ഫാസിലൊരു ക്ലാപ്പ് എടുത്തിട്ട് ക്ലാപ്പ് കൊടുക്കാൻ പറഞ്ഞു. അസിസ്റ്റൻ്റ് ആണെന്നിട്ട് വിചാരിച്ചിട്ടൊരു ധൃതിയിൽ. ആക്ച്വലി അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ട് ഫാസിലിനെ ഒരു ഗുരുസ്ഥാനത്ത് കാണുന്നത്. കാര്യം എനിക്ക് ഗുരുക്കളില്ല സിനിമകളിൽ. ആദ്യമായിട്ട് ക്ലാപ്പ് എടുത്ത് കയ്യിൽ തന്ന വ്യക്തി ഫാസിലാണ്. അപ്പോൾ ലാലാണ് അതിനും നിമിത്തമായി മാറിയത്. അങ്ങനെ ഒരു സ്ഥലത്ത് പോകാനും അതിനുശേഷം ലാലെന്നെ ജിജോയ്ക്ക് പരിചയപ്പെടുത്തുകയും ജിജോ പിന്നീട് പടയോട്ടം എന്ന് പറഞ്ഞ സിനിമയുടെ വർക്കിൽ ഞാൻ വിളിക്കുകയും അങ്ങനെയാണ് എൻ്റെ ശരിയായ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. സുഹൃത്തുക്കൾ കോംപ്ലിമെൻ്ററി സപ്ലിമെൻ്ററിയാണ്. ഒരുപക്ഷെ പ്രിയനും ലാലും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നു. അത് സഹായിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നതല്ല. അല്ല, അദ്ദേഹം കൂടുതൽ ഒരു കഥ പറയാൻ, അന്ന് പ്രിയനെ കോളേജിൽ പഠിക്കുമ്പോൾ കഥകളൊക്കെ എഴുതി സമ്മാനമൊക്കെ നേടിയ ആളാണ്. അന്ന് ഒരുപാട് വായിക്കുകയും ഒരുപാട് കഥകൾ മനസ്സിലുണ്ടായ ഒരു കഥ ഞാൻ പറയാനായിട്ട് എനിക്കൊരു ചാൻസ് കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞു, വരൂ നമുക്ക് എന്തായാലും പോയി പരിചയപ്പെടാമെന്ന് പറഞ്ഞ്. ഇതിപ്പോൾ എന്താ അറിയോ,
ഇപ്പോൾ ഇവിടുന്ന് മദ്രാസിലേക്ക് യാത്ര ചെയ്യുമ്പോഴേ നമുക്ക് ഒരുപാട് സൈൻ ബോർഡ്സുകൾ കാണാം അല്ലേ? കോയമ്പത്തൂർ 160 കിലോമീറ്റർ, ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് അതിലൊരു സൈൻ ബോർഡ് പോലെ ഉള്ളൂ അല്ലേ? കമ്പാർട്ട്മെന്റിലാണെന്ന് യാത്ര. അതെ, ഞാനൊക്കെ ഞങ്ങൾ പേപ്പർ വിരിച്ച് താഴെ ഇരുന്ന് ബാത്റൂമിലൊക്കെ ഇരുന്ന് പോയിട്ടുണ്ട്. അല്ല, അതൊക്കെ നേരത്തെ ചോദിച്ച പോലെ ഇത്തരം യാത്രകളൊക്കെയാണ് ഈ സിനിമ എന്ന് പറയുന്ന പ്രൊഫഷനോടുള്ള സ്നേഹം നമ്മളെ കൂട്ടുന്നത് അല്ലേ? നമ്മൾ ചെയ്യുന്നൊരു ജോലിയോടുള്ള ഒരു സത്യസന്ധത ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. വളരെ ഈസിയായിട്ട് നമ്മൾ നാളെ വന്ന് അഭിനയിച്ചു അങ്ങനെയൊന്നും അല്ല പറയുന്നത്. നമ്മൾ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ലാലെ, ഒരുപക്ഷെ ഈ പ്രിയൻ ഒരു പെണ്ണിനെ പ്രേമിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളാകില്ലായിരുന്നു. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. ചെറിയ കാര്യമല്ല. 46 47 സിനിമകൾ ഞാൻ ഒരുമിച്ച് അതല്ല, പ്രിയനൊരു പെണ്ണിനെ പ്രേമിക്കുകയും ആ ബസ്സിൽ കയറി പോവുകയും ചെയ്തതിൽ സഹിക്കാതെ ആണ് ലാല്. അതൊക്കെ അന്നത്തെ ചിലപ്പോൾ ഒരുപക്ഷെ ഞാൻ പോലും അറിയാതെ അല്ലെങ്കിൽ ഞാൻ പോലും ചിന്തിക്കാത്ത കാര്യം അദ്ദേഹം ചിന്തിച്ചായിരിക്കാം. ഓർമ്മയുണ്ടോ അതൊക്കെ? അല്ല, ഒരുപാടുണ്ട്, അതുകൊണ്ട് ഏതാണെന്ന് നമുക്ക് ഓർക്കാൻ പറ്റില്ല. അതായത് പ്രേക്ഷകർ അറിഞ്ഞിരിക്കണം, ഈ ലാലിൻ്റെ കുടുംബത്തരം ചെറുതൊന്നും ആയിരുന്നില്ല. അതായത് പ്രിയൻ ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നു, ആ പെൺകുട്ടി കയറുന്ന ബസ്സിൽ കയറുന്നു. പ്രിയനത് അന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്നു, ലാലന്ന് MG കോളേജിൽ പഠിക്കുന്നു. ഇവൻ്റെ പ്രണയം അങ്ങനെ നടക്കണ്ടെന്ന് വിചാരിച്ച് ഡബിൾ ബെല്ല് അടിച്ചിട്ട് വിടുന്നു, സംഘർഷത്തിലേക്ക് എത്തുന്നു. ഇതൊക്കെ ഞാൻ വായിച്ചറിഞ്ഞതല്ല, ലാലിൻ്റെ പല സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞതാണത്. പക്ഷേ ഞാൻ മനഃപൂർവ്വം ചെയ്തതെന്നായിരിക്കില്ല. എന്തായാലും അത് ആ ഡബിള് നല്ല ഒരു യാത്രയിലേക്കുള്ള ഡബിളായിരുന്നു. ഡബിൾ ബെല്ല്, അതുപോലുള്ള ഡബിൾ ബെല്ലുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. തീർച്ചയായിട്ടും അല്ലേ? നമുക്ക് അതാണ് ഞാൻ പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞും അറിയാതെയും സ്നേഹിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ അങ്ങ് ചോദിച്ച പോലെ ഒരേ പ്രൊഫഷനുള്ളവർ എങ്ങനെ ആയിരിക്കണം. എത്രയോ വർഷത്തെ ബന്ധമാണ് ഞാനും പ്രിയദർശനുമായിട്ട് അല്ലേ, ഞാനും സുരേഷ് കുമാറുമായിട്ട്. ഞങ്ങളൊന്നും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും നല്ല കാര്യങ്ങൾ അല്ലേ, എന്ത് ചെയ്താലും അത് അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു മനസ്സുണ്ട്. ലാലിൻ്റെ ഒരു അടുത്ത സുഹൃത്തിനോട് പറഞ്ഞു, ബ്രിട്ടാസെ ഈ ചോദ്യം ലാലിനോട് ചോദിക്കണം. ഇനി ലാൽ അതിനകത്തുനിന്ന് ലാലിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രത്യേക മെയ് വഴക്കത്തിൽ അത് ഞാൻ ഓർക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേണം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചേക്കാം. പക്ഷേ സത്യമാണ്, ഓർക്കാത്ത കാര്യം ഞാൻ ഓർക്കുന്നില്ലെന്ന് തന്നെ പറയും. പക്ഷേ എങ്കിൽ പോലും ഒന്നും കൂടി ഓർമ്മിപ്പിച്ചിട്ട് അതിന് മറുപടി എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ആ ചോദ്യം? ഒന്നുമില്ല, ലാലിങ്ങനെ കാല് പരിക്ക് പറ്റി മദ്രാസിലെ ആശുപത്രി കിടക്കുകയാണ്. അന്ന് ലാലിൻ്റെ ഒപ്പമുള്ളത് കിരീടമുണ്ണി. അപ്പോൾ തിരുവോണ ദിവസമാണ്, സദ്യയും പായസവും കൊണ്ടുതരാമെന്ന് പറഞ്ഞ് സുരേഷ് കുമാറും പ്രിയനും കൂടി പുറത്തു പോകും. ഉച്ചയ്ക്ക് വരുന്നില്ല, 7 മണിക്ക് 8 മണിക്ക് വന്നു. അന്ന് ലാല് ഒരുപക്ഷെ അതുവരെ മലയാളി കണ്ടെത്തിയിട്ടില്ലാത്ത ഒരുപാട് പദാവലികൾ ഉപയോഗിച്ച് നല്ല പുളിച്ച തെറി സമ്മാനിച്ചു. ഉണ്ടാകാം, തീർച്ചയായിട്ടും. കാര്യം അന്ന് തിരുവോണ ദിവസമാണ്. എൻ്റെ കാല് ആ സിനിമയിലെ ക്ലൈമാക്സിൽ ശരിക്കും പ്ലാസ്റ്ററിട്ടാണ് ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. അല്ല, അന്ന് അതിനുള്ള സ്വാതന്ത്ര്യം, ഇന്നും അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പുളിച്ച തെറി പിന്നീട് ലാൽ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കണം കേട്ടോ ലാലിനോട്. അപ്പോൾ ആ പുളിച്ച തെറി ശരിക്കും ലാൽ ഏറ്റിട്ടുണ്ട്. അല്ല, ഞാൻ അങ്ങനെ അധികം അത്തരം വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരാളല്ല. കൂച്ചിക്കെട്ടി പറഞ്ഞു, കൂച്ചിക്കെട്ടി അത് ആ സമയത്ത് ചെയ്തിട്ടുണ്ടാകും. കാര്യം അത്രയും നമുക്ക് കാര്യം ആദ്യം ഒരുപാട് കാലത്തിന് ശേഷം തിരുവോണ ദിവസം അല്ലേ, നമ്മുടെ വീട്ടിൽ അമ്മയും അച്ഛനുമായിട്ടൊക്കെ ഇരിക്കേണ്ട ദിവസം ഒരു ആക്സിഡൻ്റായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് വരാത്തപ്പോഴുള്ളൊരു രോഷം പ്രകടിപ്പിച്ചതേ ഉള്ളൂ. പക്ഷെ അത് ആ സമയം കഴിയുമ്പോൾ അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ആ ദിവസം എന്തുകൊണ്ടും ലാലിന് വളരെ ഹൃദ്യമായൊരു ദിവസമായിരുന്നു. കാരണം വെച്ചാൽ ഇത്രയും നല്ല ചീത്ത പറയാൻ പറ്റിയെന്നുള്ളത്. ചീത്ത മാത്രമല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ എന്നുള്ള സിനിമയുടെ പരസ്യം വന്ന് ആദ്യമായിട്ട് അച്ചടിച്ച് വന്നത് ആണല്ലേ, ആ ദിവസമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ചീത്ത കൊടുത്താൽ പോലും ഒരു ഞാൻ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളെ പറ്റി ഇത് ഒരുപാട് നിമിത്തങ്ങൾ എന്ന് പറയുന്നത് PN മേനോൻ എന്ന് പറയുന്ന അദ്ദേഹം, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിന് കുറേ ഞാൻ അതിൻ്റെ എക്സാമൊക്കെ എഴുതിയിട്ടാണ് എൻ്റെ റിസൾട്ട് അറിയുന്ന പോലും ലൊക്കേഷനിൽ വെച്ചാണ്. അപ്പോൾ ഏതാണ്ട് 1 2 3 മാസം മുമ്പ് ഞങ്ങളുടെ കോളേജിൽ വന്നിട്ട് ആർട്സ് ക്ലബ് ഇനാഗുറേഷൻ പോലെയോ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം അവിടെ കുറച്ച് നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തു.
അത് കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് പുള്ളി ഒരു ആവശ്യമില്ലാതെ എൻ്റെ കവിളുകളിൽ പിടിച്ചിട്ട് നിന്നെ ഞാൻ ഒരു ആക്ടറാക്കും അങ്ങനെ പുള്ളി കുറച്ച് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു കുറച്ച് ബോധത്തിൽ നിന്നൊരു അബോധാവസ്ഥയിലായിരിക്കാം. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ഒരാൾ നമ്മുടെ കവിളിൽ പിടിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ കൈ തട്ടിക്കളഞ്ഞു. അദ്ദേഹമാണ് ആദ്യമായിട്ട് എൻ്റെ മുഖം വരയ്ക്കുന്നത്, മഞ്ഞയിൽ വിരിഞ്ഞ പൂക്കൾ. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സിനിമയിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എന്നെ വളരെ ഇഷ്ടമായിരുന്നു. ഒരു എന്താ പറയേണ്ടത്, ഒരു പക്ഷേ മലയാള സിനിമയെ ഒരു പറിച്ചു നട്ട അല്ലെങ്കിൽ സെറ്റിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവരികയും വളരെ മനോഹരമായ സിനിമകൾ മലയാളത്തിന് കാഴ്ചവെച്ച ആളാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ലോറി, പണിമുടക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരുപാട് അറിഞ്ഞോ അറിയാതെയോ ഞാൻ നേരത്തെ പറയുന്ന പോലെ ഇതൊക്കെ എന്താ അതിന് പറയുന്നത്, ദേ ആർ ദ മെസ്സഞ്ചേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. നമുക്ക് സന്ദേശങ്ങൾ കൊണ്ട് തരുന്ന ഒരു അവധൂതൻ്റെ രൂപത്തിൽ ആ രൂപത്തിലായിരിക്കും അദ്ദേഹം വന്ന്. ആ സിനിമയിൽ ബൈക്ക് ഓടിച്ചുകൊണ്ടാണ് ആ വില്ലൻ വരുന്നത് അല്ലേ. ബൈക്കിനോട് വലിയൊരു ഭ്രമവും കമ്പവും ലാലിന് എക്കാലത്തുണ്ടായിരുന്നു. ഇപ്പോൾ ബൈക്കൊന്നും ഓടിക്കാറില്ലല്ലോ. ഓടിക്കാറുണ്ട്. അന്നൊക്കെ ഞാൻ ഒരുപാട് ഈ അശോകന് സ്കൂട്ടറൊക്കെ ഉള്ളതുകൊണ്ട് ധാരാളം ഏത് ബൈക്ക് കിട്ടിയാലും അതെടുത്തൊന്ന് ഓടിക്കുമെന്ന്. അങ്ങനെയല്ല, സ്കൂട്ടർ ഓടിക്കുമായിരുന്നു, ബൈക്ക് ഓടിക്കാൻ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് നീ മദ്രാസിൽ ചെയ്തുകൊണ്ട് ഒരു 8 പ്രാവശ്യം ഒരു ആക്സിഡൻറ്റിൽ പോയിട്ട് അവസാനം നവോദയയുടെ ജീപ്പിൽ തന്നെ കൊണ്ടാണ് ഞാൻ ഇടിക്കുന്നത്. റോഡിൽ പാരീസിൽ കണ്ട്. അങ്ങനെയാണ് എൻ്റെ കാലെന്ന് ഒടിഞ്ഞു പോകുന്നത്. അന്ന് ആ ജീപ്പ് കണ്ട് ലാല് ബൈക്കിൽ പിന്തുടരുകയും അല്ലേ, അങ്ങനെയുള്ള ആ ഫുഡ് റെസ്റ്റിൽ പോയിട്ട് ഞാൻ കാലിട്ട് തട്ടിപ്പോയിട്ട് എൻ്റെ ചെറുവിരൽ കീറിപ്പോയി. ഇപ്പോഴും അതിന് ഒരു പക്ഷേ ഓർമ്മയിൽ പിടിക്കുകയാണെങ്കിൽ അതിന് വേദനയുണ്ട്, ഒരു ചെറിയ വേദനയുണ്ട്. ഒരു പക്ഷേ അന്നത്തെ കാലഘട്ടത്തിലേക്ക് ലാലിന് തിരിച്ചു പോകണമെങ്കിൽ ആ ചെറുവിരൽ ഒരു തീർച്ചയായിട്ടും അതിൽ പിടിച്ചാൽ മതി. അപ്പോൾ ഇനി അത് നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മുടെ ചില കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കണം എന്നാണ്. അപ്പോഴാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഇനി ഞാൻ സുഹൃത്തുക്കളോട് പറയുകയാണ്, എന്തെങ്കിലും ലാല് മറക്കുന്നുണ്ട്, ലാലിൻ്റെ ആ ചെറുവിരൽ പിടിച്ചൊരു ഒറ്റ പ്രസ് കൊടുക്കുക. അത് ഏത് കാലാണെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഏത് കാലാണെന്ന് പറഞ്ഞില്ലുള്ള കുഴപ്പം എന്താ, 2 കാലം വലിക്കും അവർ. അതിൽ മിടുക്കന്മാരാണ്. അതാണ് 2 കാലം വലിക്കുന്നവരാണ് മിടുക്കന്മാരാണ്. പക്ഷെ എനിക്ക് എൻ്റെ വളരെ ധൈര്യമായിട്ടും അഭിമാനത്തോടും ഞാൻ പറയുന്നു, എൻ്റെ സുഹൃത്തുക്കൾ അങ്ങനെ 2 കാലം വലിക്കില്ല. കാര്യം എന്നെ അത്ര ഇഷ്ടമാണ്. സ്നേഹത്താൽ വലിക്കുന്ന അതാണ് പ്രിയൻ ലാൽ കൂട്ടുകെട്ട്. ഒരു പക്ഷേ ലാൽ എന്ന നടനെ സ്ഫുടം ചെയ്തെടുക്കുകയായിരുന്നു. അസാമാന്യ ധൈര്യമാണ് പ്രിയൻ കാണിച്ചത്. ഇന്നത്തെ ഒരുപക്ഷെ മലയാള സിനിമയിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവവികാസം, അതുവരെ കോമഡി അല്ലെങ്കിൽ നർമ്മം എന്ന് പറയുന്നത് ഒരു 2ാം തരം 3ാം തരം നടന്മാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതായിരുന്നു. നായകനിലൂടെ നർമ്മം വിതറാൻ കഴിയുമെന്ന് മലയാള സിനിമയിൽ കാണിച്ചു കൊടുത്തു. ഇതൊക്കെ നോക്കുക ലാലെ, ആ ഒരു മുണ്ടുടുപ്പും ആ നിപ്പും ഒക്കെ. ഡീസൽ ഇപ്പൊ നിറച്ചിട്ടേ ഉള്ളൂ. ഓർക്കുന്നുണ്ടോ ഈ രംഗങ്ങളൊക്കെ? തീർച്ചയായിട്ടും. ഇപ്പോഴും ഞാൻ പറയുന്നത് ഇത് നമ്മളെ ഏറ്റവും നന്നായി എന്ന് ഇപ്പോൾ ബ്രിട്ടാസ് പറയുകയാണെങ്കിൽ അതിൻ്റെ മുകളിലിരിക്കുന്ന ആൾ അല്ലേ, കുതിരവട്ടം പപ്പു എന്ന് പറയുന്ന ഒരു അതുല്യനായ നടൻ അല്ലെങ്കിൽ മണിയമ്പിള്ള, അവരുടെ ഒക്കെ ഒരു സഹായത്തോടു കൂടി തന്നെയാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾക്ക് പുതിയൊരു ഭാവം നൽകിയത് പ്രിയദർശൻ തന്നെയാണ്. ഹ്യൂമർ എന്ന് പറയുന്ന കാര്യത്തിൽ പുള്ളി നമ്മൾ ആലോചിക്കാറുണ്ട്. ഒരു പക്ഷേ പ്രിയൻ്റെ ഹ്യൂമർ എന്നൊക്കെ പറയുന്നത് വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഹ്യൂമറാണ് അല്ലേ. ഒരു ഗോലി ചവിട്ടി വീഴുക. പിന്നെ പിൽക്കാലത്ത് ഒരുപാട് സിനിമകളിൽ ആവശ്യമില്ലാത്ത സിനിമകളിലും അനാവശ്യമായ സിനിമകളിലൊക്കെ ആ ഹ്യൂമറുകൾ വന്നു. പക്ഷേ ഹ്യൂമർ എന്ന് പറയുന്നത് ഒരാളെ ചിരിപ്പിക്കാൻ സാധിക്കുക എന്ന് പറയുന്ന വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു പ്രിയൻ്റെ പലപ്പോഴും സിറ്റുവേഷൻ ഹ്യൂമറാണ് അല്ലേ, ഒരാളുടെ ഗതികേടാണ്. ഇപ്പോഴും ഇത് ഞങ്ങൾ കോഴിക്കോട് ഷൂട്ട് ചെയ്തതാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ പേപ്പറിൽ വായിച്ചു, അന്ന് അതുപോലെയല്ല, അവർക്ക് ഇന്നുവരെ മതിൽ പിന്നെ ഉണ്ടാക്കാൻ പറ്റില്ല, ഏതെങ്കിലും വണ്ടി മേടിക്കും. അതങ്ങനെ ഒരു വളവാണ്. പക്ഷെ ആ സിനിമയിൽ ആ റോഡ് റോളർ താഴേക്ക് ഇങ്ങനെ ഉരുണ്ട് വരുമ്പോൾ ഈ CP എന്ന് പറയുന്ന ആൾ അതിൻ്റെ മുമ്പിൽ പോയി കിടക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് നിർത്താൻ വേണ്ടി. കാര്യം അയാളുടെ ഗതികേടാണ് അത്. അങ്ങനെ അയാളത് ഓപ്ഷനിൽ കിട്ടുകയാണ്. അയാളുടെ ജീവിതം അത് അയാളുടെ ജീവിതമാണ്. അപ്പോൾ അത്തരം ചെറിയ നർമ്മങ്ങളിലൂടെ വലിയ കാര്യങ്ങൾ പറയാൻ ഇപ്പോൾ ഒരുപക്ഷെ പ്രിയദർശൻ, സത്യൻ അന്തിക്കാട്, ശ്രീനിവാസൻ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അതിന് ഭംഗിയായിട്ട് അത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. വരട്ടെ, എന്നാൽ വരേണ്ട സമയമായിരിക്കണം. ലാല് പറഞ്ഞതനുസരിച്ച് ഞാൻ പോകുന്നു. ആയിക്കോട്ടെ. എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ പറയാറില്ല ലാലിൻ്റെ ആക്ടിങ് എന്ന് പറയുന്നത് അതൊരു മാജിക് ആണെന്നാണ്. കാരണം പലപ്പോഴും നമ്മുടെ കൂടെ ക്യാമറയ്ക്ക് പുറകിൽ തമാശയിലും കളിയെല്ലാം പറഞ്ഞു നിന്നിട്ട് ഒരു സെക്കൻഡ് കൊണ്ട് ക്യാമറയുടെ മുന്നിലെത്തുമ്പോൾ ഭാവം പകർന്ന് മാറി ആ ക്യാരക്ടറായിട്ട് മാറുന്ന ഒരു കാഴ്ച ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതാണ്.
സത്യനിടയ്ക്ക് പറഞ്ഞൊരു കാര്യമാണ് ലാലിസ് എന്ന് പറയാറുണ്ട് ഇടയ്ക്ക്. ഞാൻ ഇതിൻ്റെ ആദ്യത്തെ സിനിമ മുതൽ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ അവസാനത്തെ സിനിമ, ഇതിന് മുമ്പുള്ള സിനിമ വരെ ഞാൻ അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് വലിയൊരു കാര്യം. സത്യേട്ടൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ സത്യേട്ടൻ്റെ അവരൊക്കെ സിനിമയ്ക്ക് പുതിയ ഏറ്റവും മനസ്സിലാക്കാവുന്ന ഭാഷയിൽ, അല്ലെങ്കിൽ ഒരാൾക്ക് അയാളുടെ വിഷമം എപ്പോഴും അങ്ങനെയല്ല, ഒരാളുടെ ആഗണി എന്ന് പറയുന്ന ആൾക്ക് മറ്റവർക്ക് രസമായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ആയാലും നാടോടിക്കാറ്റായാലും സന്മനസ്സുള്ളവർക്ക് സമാധാനമായാലും അങ്ങനെയുള്ള എല്ലാ സിനിമകളിലൂടെയും ഒരു സാധാരണക്കാരൻ്റെ ടി പി ബാലഗോപാൽ. പക്ഷെ അന്ന് അങ്ങനത്തെ സിനിമ ഇന്ന് എടുക്കാൻ പറ്റില്ല, കാര്യം അന്നത്തെ ഒരു അവസ്ഥയല്ല. പക്ഷെ അതിനെ എത്ര മനോഹരമായിട്ട് ഒരു ക്യാരക്ടറിലൂടെ ചെയ്യാൻ കഴിഞ്ഞു. ആ ക്യാരക്ടർ അത്തരം സിനിമകളിലെ കഥാപാത്രങ്ങളിലൂടെയാണ് ഞാൻ ഇപ്പോഴും അറിയപ്പെടുന്നത്. ടി പി ബാലഗോപാലൻ. ഇതെന്താ ഇത് മാജിക് പോലെ കാണിക്കുന്നത്? ലാല് വിസ്മയമാണ് ലാലിൻ്റെ. ഒരുപക്ഷെ ലാൽ ഇതൊക്കെ ലാലിൻ്റെ അയൽവക്കത്തുള്ള ചെറുപ്പക്കാരനായി ആ ഇമേജിലേക്ക് ലാലിനെ കൊണ്ടുവന്ന അങ്ങനെയാണ്. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് അത്തരം സിറ്റുവേഷൻ. ഇപ്പോൾ ഇത് ഓർമ്മയുണ്ട്, ഈ ബാലഗോപാലൻ ഒരു വീട് വയ്ക്കാനായിട്ടുള്ള സ്ഥലമാണ് അല്ലേ? എല്ലാവരുടെയും എല്ലാ ജീവജാലങ്ങളുടെയും ആഗ്രഹമാണ് സ്വന്തമായ ഒരു കൂര എന്ന് പറയുന്നത്. എല്ലാവർക്കും ഉണ്ട് അവർ ഷെൽട്ടർ. അതുപോലെ അയാൾ കഷ്ടപ്പെട്ട് ഒരു വീട് വയ്ക്കാനായിട്ട് വാങ്ങിച്ച സ്ഥലമാണത്. അത് പ്രണയത്തിന് വേണ്ടി സമർപ്പിച്ചു. അതെ അതെ. ലാലിന് ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇല്ല അങ്ങനെ അവിടെ ഒന്നും ആലോചിച്ചില്ല. അല്ല, ഞാൻ എന്തെങ്കിലും സ്ഥലം ആർക്കെങ്കിലും കൊടുത്തോ? വീണ്ടും ആലോചിക്കുന്നുണ്ട് എന്തോ സ്ഥലം. അല്ല, ഏത് സ്ഥലം കൊടുക്കാൻ പറ്റുന്ന ആലോചിക്കായിരുന്നു. അതെയോ എത്രയോ സ്ഥലങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒന്നും അങ്ങനെ മണ്ടത്തരൊന്നും ലാല് കാണിക്കില്ല. അത് മണ്ടത്തരമാണെങ്കിൽ അങ്ങനെ പേര് തന്നെ പറയാൻ പാടില്ല, മണ്ടത്തരം എന്ന് പറയാൻ പാടില്ല. അങ്ങനെ കൊടുക്കുന്നവർ കൊടുത്തോട്ടെ. ഒരാൾക്ക് ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് ഇപ്പോൾ എപ്പോഴും ഞാൻ ഒരു കാര്യം പറയുന്നത്, നമ്മളെപ്പോഴും പറയുന്നത് അയാൾ ചെയ്തത് ശരിയായില്ലെന്ന് അല്ലേ? അയാൾക്കത് ഓക്കെയാണ്, നിങ്ങൾക്ക് എന്താ പ്രശ്നം ഇല്ലേ? ലാലിനത് ഓക്കെ ആകട്ടെ, ആയിക്കോട്ടെ. എല്ലാവർക്കും അങ്ങനെയാണ്. അയാൾ ചെയ്ത് ഇപ്പോൾ ഒരു ഹസ്ബൻഡും വൈഫും ഒരു പ്രശ്നം ഉണ്ടായി, നമ്മൾ 3 പേരിരുന്ന് ഭയങ്കര ഡിസ്കഷൻ, എന്നാലും അവരങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അവർക്കത് ഓക്കെയാണ്, അവരത് ചെയ്തോട്ടെ. വൈ യു വാണ്ട് ടു അവരുടെ നിങ്ങളുടെ അമ്മയെ തല്ലിയാലും 2 വശം എന്ന് പറഞ്ഞ പോലെയാണ്. നിങ്ങൾക്കത് ഓക്കെ അല്ലെങ്കിൽ നിങ്ങളത് ഓക്കെ അല്ലെന്ന് പറയാ, അവർ ചെയ്തത് ഓക്കെ അല്ലെന്ന് പറയുന്നത്. ലാൽ നേരത്തെ പറഞ്ഞ പോലെ സന്മനസ്സുള്ളവർക്ക് സമാധാനം, ബാലഗോപാലൻ ഒരുപക്ഷെ മലയാളി ചെറുപ്പക്കാരുടെ ആ കാലഘട്ടത്തിൽ എല്ലാ പ്രതിസന്ധിയും ആ കഥാപാത്രത്തിൻ്റെ മുഖത്ത് പ്രതിഫലിച്ചു. എനിക്കിപ്പോഴും ആ ബാലഗോപാലൻ്റെ എന്താണ് വാൾപേപ്പർ എൻ്റെ ലാലെ അത് കാണുമ്പോൾ ഞാൻ ഇപ്പോഴും ചിരിക്കും. എന്നുവെച്ചാൽ ആ ഒരു പൊളിക്കലും അവിടെ ഒരു പാണ്ടാകലും പിന്നെയുള്ള പരിങ്ങലും എനിക്ക് തോന്നുന്നു ഇന്നും മലയാളം. ഞാൻ പറഞ്ഞ അന്ന് ഒരു ജോലി കിട്ടുക എന്നൊക്കെ പറയുന്നത് അന്ന് വലിയൊരു കാര്യമാണ്, ഇന്നത്തെ പോലെ. അതിപ്പം എപ്പോഴും എല്ലാ സമയം ഇപ്പോൾ നേരത്തെ എന്നോട് പലരും ചോദിക്കും ടി പി ബാലഗോപാലിനെ അല്ലെങ്കിൽ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് പോലുള്ള സിനിമ എന്താ ഉണ്ടാകാത്ത കാര്യം. അങ്ങനെ ഒരു സിനിമ ഇപ്പോൾ ഉണ്ടാകാൻ പറ്റില്ല. ഇപ്പോൾ അങ്ങനെ ഒരു സിനിമയ്ക്കുള്ള സമയമല്ല. അങ്ങനെ അത് ഒരാൾ ഭക്ഷണമില്ലാതെ നടക്കാമെന്നൊന്നും നമുക്ക് ചിലപ്പോൾ അല്ലെങ്കിൽ ജോലിയില്ലാതെ നടക്കാമെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വിശ്വസിക്കാൻ കാലഘട്ടം. എനിക്ക് തോന്നുന്നുണ്ട്, അതായത് ലാലിനെ കുറിച്ച് വലിയ ആക്ഷേപങ്ങൾ ഒരു ഘട്ടത്തിൽ ഉയർന്നു. അതായത് ടൈപ്പ് കഥാപാത്രങ്ങൾ, അതിമാനുഷിക കഥാപാത്രങ്ങൾ. ആ സമയത്തൊക്കെ ആൾക്കാർ പറഞ്ഞൊരു കാര്യം, എന്തുകൊണ്ട് ടി പി ബാലഗോപാലൻ എം എ ആയിക്കൂടാ, അല്ലെങ്കിൽ എന്തുകൊണ്ട് സന്മനസ്സുള്ളവർക്ക് സമാധാനം ആയിക്കൂടാ, ആ കഥാപാത്രങ്ങളിലേക്ക് എന്തുകൊണ്ട് ലാലിനെ തിരിച്ചു പോയിക്കൂടാ എന്നൊക്കെ പല ആൾക്കാർ. ഞാൻ അല്ലെങ്കിൽ മമ്മൂട്ടിക്കൊക്കെ വന്ന ഈ ഒരു ഈറ എന്ന് പറയുന്നത് ഒരു എന്താ പറയണ്ട, അതൊരു അതിനെ പറയാൻ പറ്റില്ല. പത്മരാജൻ അല്ലെങ്കിൽ ഭരതേട്ടൻ, അരവിന്ദേട്ടൻ, അവരുടെ അതേപോലെ പാരലായിട്ട് ശശികുമാർ സാറ്, തമ്പി കണ്ണന്താനം, ജോഷി സാർ, അങ്ങനെ നമുക്ക് എങ്ങനെ വേണേലും അഭിനയിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മളെ അക്കോമഡേറ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു പറ്റം അതിമനോഹരമായ സംവിധായകരുണ്ടായിരുന്നു, എഴുത്തുകാരുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അത് കുറച്ച് കഴിഞ്ഞ് മാറിപ്പോയി. പിന്നെ ഒരു സിനിമയുടെ സക്സസ് ആ കഥാപാത്രം അദ്ദേഹത്തിൻ്റെ മാനറിസമാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ടായി. ഇപ്പോൾ ആക്ടേഴ്സ് എന്ന് പറയുന്നവർ ഒന്നുമില്ല, അവർ ബഗേഴ്സാണ്. അവർക്ക് ആക്ടേഴ്സ് ആർ ബഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കാര്യം? അവർക്ക് ചോദിച്ച് അവർ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടണം. അല്ലേ, ഞാൻ പോയി ചോദിക്കാം, പക്ഷേ എനിക്ക് കിട്ടുന്നതുകൊണ്ട് അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. ആദ്യഘട്ടത്തിലൊക്കെ ഒരു ചാൻസിന് വേണ്ടി ലാൽ നടന്നിട്ടുണ്ട് ഒരു ഭാഷ. ഞാൻ വളരെ എന്താ പറയണ്ട, അങ്ങനെ എനിക്ക് നടക്കേണ്ടേ വന്നിട്ടില്ല. ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു സിനിമ വേണമെന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് വരെ എനിക്ക് പോകേണ്ടേ വന്നിട്ടില്ല. എൻ്റെ ആദ്യത്തെ സിനിമ മുതൽ
ഇന്നലെ അഭിനയിച്ച സിനിമ വരെ അങ്ങനെ ഒരു അങ്ങനെ കാര്യം വന്ന് വീഴുകയായിരുന്നു. അത് നമുക്ക് അപ്പോൾ ആ വീഴുന്ന സിനിമകളൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ നമ്മളെപ്പോഴും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദേവാസുരം എന്നുള്ള സിനിമ, അത് മീശ പിടിച്ചുകൊണ്ടോ അല്ല, അതിൻ്റെ അകത്ത് ഭയങ്കര ഇമോഷനുണ്ട്. ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് ഓടിയ ഒരു സിനിമയാണ് നരസിംഹം. അത് ഞാൻ മീശ പിടിച്ചുകൊണ്ടല്ല, അതിൻ്റെ കഥ. പക്ഷേ പലരും ഈ മീശയിൽ മാത്രം നിന്നുപോയി, കഥയെ വിട്ടു. ഒരു സുഹൃത്ത് എന്തോ ചോദിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുകയാണ്. ആണോ? വരട്ടെ സുഹൃത്ത്. ഏറ്റവും നിർണായകമായിട്ടുള്ള സമയത്ത് കണ്ണ് നോട്ടം താഴത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു നടനേ ഉള്ളൂ, അത് മോഹൻലാലാണ്. അപ്പോൾ ഇങ്ങനെയൊരു അഭിനയശൈലി അത് ബോധപൂർവം രൂപപ്പെടുത്തിയതായിരിക്കില്ല. പക്ഷേ ഒരു അഭിനേതാവെന്ന നിലയിൽ ഇങ്ങനെയൊരു അഭിനയശൈലി രൂപപ്പെടുത്തുമ്പോൾ തനിക്ക് മുമ്പേ കടന്നുപോയ വലിയ നടന്മാരുമായി അവരുടെ ശൈലിയുമായി ഒക്കെ അബോധപൂർവമെങ്കിലും ഒരു ഡയലോഗ് നടത്തിയതിന് ശേഷമായിരിക്കാം ഇത് രൂപപ്പെട്ടത്. ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ല, ഉണ്ണി നല്ലൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അല്ല, അതിന് അങ്ങനൊരു മറുപടി, സാധാരണ നമ്മളൊരാളോട് സംസാരിക്കുന്ന സമയത്ത് താഴേക്ക് നോക്കി സംസാരിക്കുമ്പോൾ അയാൾ കള്ളം പറയുന്നു, അങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ പക്ഷേ ലാലിൻ്റെ ഒരു പക്ഷേ സ്വഭാവത്തിൻ്റെ ഭാഗമായിരിക്കും ഒന്നിടയ്ക്കൊന്ന് താഴേക്കൊന്ന് ഡ്രോപ്പ് ചെയ്ത് നോക്കുക ആയിരിക്കാം. അല്ല, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിൽ ഞാൻ വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ആക്ടർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഉണ്ണികൃഷ്ണൻ പറഞ്ഞതിനെ കുറച്ചുകൂടെ ഞാൻ പറയാം. എനിക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വലിയ നടന്മാരുമായിട്ട് അഭിനയിക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു ബ്ലെസ്സിങ് കിട്ടിയ ആളാണ്. ഇപ്പോൾ പ്രേം നസീർ സാറായാലും മധു സാറായാലും ശിവാജി ഗണേശനായാലും നാഗേശ്വർ റാവു, ഇപ്പോഴും അദ്ദേഹം അഭിനയിക്കുന്നത്, അദ്ദേഹത്തിന് 90 വയസ്സിൽ കൂടുതലുണ്ട്. അമിതാഭ് ബച്ചനായാലും രാജ്കുമാർ സാറായാലും അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരുമായിട്ട് അഭിനയിക്കാനും അവരുമായിട്ട് സഹകരിക്കാനും അവരുടെ ബ്ലെസ്സിങ് കിട്ടിയ ഒരാളാണ്. അപ്പോൾ ആ ചോദ്യം ഇതുമായിട്ട് ബന്ധമല്ല, പക്ഷേ ഈ നമ്മളറിയാതെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഉഴപ്പിയായിട്ട് ഉഴപ്പിയതുപോലെ തോന്നി, പിന്നെ സിനിമയിൽ വന്നപ്പോൾ നന്നായി എന്ന് പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ അഭിനയിച്ച് കഴിഞ്ഞ ശേഷം ഇത് സിനിമയാകുന്നതിൻ്റെ ഇടയിൽ ഒരു മാജിക് നടക്കുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. അത് എല്ലാ ആക്ടേഴ്സിനും ഉണ്ടാകും. ഞാനിപ്പോൾ നമ്മൾ ഈ സിനിമയിൽ ഇപ്പോൾ സംവിധാനങ്ങളുണ്ട്. മുമ്പ് സിനിമയിൽ അഭിനയിക്കുമ്പം നമ്മൾ ചെയ്ത ഷോട്ട് രണ്ടാമത് വന്ന് ടെലിവിഷനിൽ കാണാൻ പറ്റില്ല. ഇപ്പം നമ്മൾ കണ്ടു, അത് ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ ഇതായിരിക്കില്ല ഒരു പക്ഷേ നമുക്ക് സ്ക്രീനിൽ വരുമ്പോൾ അതിൻ്റെ അകത്തൊരു ഭാഗം എന്തോ സംഭവിക്കുന്നുണ്ട്. പിന്നെ താഴേക്ക് നോക്കുക എന്ന് ചോദിക്കാൻ വേണ്ടി ഒരാളെ നമുക്കിപ്പം കൊണ്ടുവരണം. ഓക്കെ, വരട്ടെ. ലാല് പറയുന്നത് മാത്രമേ ഇതിനകത്ത് കാണിക്കൂ. അതെങ്ങനെയാണ്? ഇതെന്ത് മാജിക്കാണ്? അതൊരു മാജിക്കാണ്. എന്ന് പറയുമ്പോൾ രണ്ട് തരം നടന്മാരാണ് നമുക്കുള്ളത്. ഒന്ന്, ഒരു കഥാപാത്രം ലഭിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി മാനസികമായി ഒരുപാട് പഠിക്കുകയും ഒരുപാട് വർക്ക് ചെയ്യുകയും അങ്ങനെ ആ കഥാപാത്രമായി മാറി ആ കഥാപാത്രം അഭിനയിച്ച് തീരുന്നത് വരെ ആ കഥാപാത്രത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടർ. മറുകൂട്ടർ വരുന്നത് പോലെ വെച്ച് കാണാം, അവിടെ വെച്ച് നമുക്ക് നോക്കാം. അങ്ങനെ പ്രത്യേകിച്ച് മാനസികമായിട്ടൊരു പിരിമുറുകമില്ല. അവർ കുറച്ചുകൂടെ ഗിഫ്റ്റഡ് ആണെന്ന് ഞാൻ പറയും. ഇതിലേത് തരത്തിലുള്ള നടനാണ് മോഹൻലാൽ? മുകേഷാണ് സൂക്ഷിച്ച് മറുപടി പറയണം. അല്ലല്ല, അതിപ്പം അയാൾ തന്നെ കണ്ടുപിടിക്കേണ്ട കാര്യമാണ് അല്ലേ. ഞാൻ ഇത് വളരെ ഒരു കെയർലെസ്നെസ്സോ അങ്ങനെയുള്ളൊരു വാക്കൊന്നും അല്ല ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഈ കഥാപാത്രങ്ങളിലെ ഭയങ്കരമായി പഠിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല. ഞാൻ വളരെ റിലാക്സ്ഡ് ആയിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. ഐ നെവർ സ്കീം തിങ്സ്. വാനപ്രസ്ഥം എന്ന് പറയുന്ന സിനിമയിലെ ഒരു ഷോട്ടിനെ പറ്റി ഞാൻ പറയാം. ഇത് വളരെ പേഴ്സണലാണ്. ഇപ്പോൾ വേറൊരാൾക്ക് കേൾക്കുമ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയില്ല. അദ്ദേഹം റെനാറ്റ ബേട്ട എന്ന് പറയുന്ന ഒരുപക്ഷെ ലോകത്തിലെ 10 ക്യാമറാമാൻമാരിലെടുത്താൽ അതിലൊരാളാണ് അദ്ദേഹം. ഫ്രഞ്ച് ക്യാമറാമാനാണ്. അദ്ദേഹത്തിൻ്റെ നിക് നെയിം ഇരട്ടപ്പേര് മില്ലിമീറ്റർ എന്നാണ്. അങ്ങനെ അത്രയും സൂക്ഷ്മതയോടുകൂടി ചെയ്യുന്നതാണ്. അപ്പോൾ അതിലൊരു ഷോട്ടുണ്ട്. എൻ്റെ ഗുരു, അദ്ദേഹം കിടക്കയിലാണ്, എണീക്കാൻ പറ്റാതെ. എൻ്റെ ഒരു വളരെ സംഘർഷം കൊണ്ട് ഞാൻ എൻ്റെ ഈ കിട്ടിയ മാലയും അല്ലെങ്കിൽ വളയ അങ്ങനെയൊക്കെയാണല്ലോ കിട്ടുന്നത്, വീരശൃംഖല അതെല്ലാം ഊരി അദ്ദേഹത്തിൻ്റെ കാലിൽ കൊണ്ടുവച്ച് കരയുന്ന ഒരു രംഗമുണ്ട്. അത് ഏതാണ്ടൊരു 45 സെക്കൻഡ് മുതൽ 50 സെക്കൻഡ് വരെ ഒരു സിംഗിൾ ഷോട്ടാണ്. അപ്പോൾ ഈ പിൽക്കാലത്ത് റെനാറ്റ ബർട്ട് പറഞ്ഞു, ഈ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് അയാൾ ആലോചിച്ച് മോഹൻലാൽ അവിടെ ഞാൻ എന്തോ ആൾക്കാരുമായിട്ട് തമാശ പറഞ്ഞ് ചിരിച്ചൊക്കെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ഈ ഷോട്ട് എടുത്തു. അത് ഫസ്റ്റ് ടേക്ക് ഓക്കെയാണ്. കാര്യം അതിൽ കൂടുതൽ മുകളിലേക്ക് ഒരാൾക്ക് പറ്റില്ല.
അപ്പോൾ ആ ഷോട്ട് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു, മോഹൻലാൽ ഇതെങ്ങനെയാണ് ചെയ്തത്, അപ്പോൾ ഇത് ഏത് ടൈപ്പ് ഇങ്ങനത്തെയാണ്. ഞാൻ പറഞ്ഞു, സാർ എനിക്കറിയില്ല, ഞാൻ വളരെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചില്ല, ആ സമയത്ത് മാത്രം ഞാൻ അഭിനയിച്ചതാണ്. അപ്പോൾ പുള്ളി പറഞ്ഞത് ഞങ്ങളുടെ നാട്ടിലുള്ള നടീനടന്മാർ, അദ്ദേഹം അതിൻ്റെ കുറച്ച് ആൾക്കാരുടെ റെഫറൻസും പറഞ്ഞു. അവരാണെങ്കിൽ ഇത് ചിലപ്പോൾ ഒരു 1-2 ദിവസം ഇങ്ങനെ ഇരുന്ന് പ്ലാൻ ചെയ്ത് ഇത് അഭിനയിച്ചിട്ട് ഏറ്റവും മോശമാക്കും. അല്ല, അത് അദ്ദേഹം കണ്ടാണ്. കാര്യം അവരുടെ രീതിയും അവരുടെ സിനിമ മേക്കിങ്ങും ഒക്കെ അങ്ങനെയാണ്. അവർ ഹൈലി മെത്തേഡായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സിനിമ സ്റ്റോറി ബോർഡ് ചെയ്ത് അതിൽ ഷൂട്ട് ചെയ്ത് ആക്ടേഴ്സിന് അത്രയും ഇത് ചെയ്താൽ മതി. നമുക്കാണ് ഈ ഇംപ്രവൈസേഷൻ എന്നുള്ളൊരു വാക്കാണ്, അതൊരു ദൈവത്തിൻ്റെ ഒരു എനർജി തരുന്നതാണ്, നമുക്ക് തോന്നിപ്പിക്കുന്ന സാധനമാണ് അല്ലേ, നിങ്ങളുടെ ഇൻ്റലിജൻസിൻ്റെ ഭാഗമാണ്. അതെങ്ങനെ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ലെങ്കിലും മുകേഷ് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹത്തിന് തന്നെ അറിയാം, ഐ വിൽ നെവർ പ്ലാൻ, ഞാൻ എന്താണ് ചെയ്യാൻ പോകണമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ എന്ന് പറഞ്ഞാൽ ഒരു ബോധം ഉണ്ടാകും അല്ലേ. സിനിമയിൽ ഇവിടെ ഈ ഇങ്ങനൊരു മാർക്കുണ്ട്, നിങ്ങൾ ഈ ലൈറ്റ് പിടിക്കണം, നിങ്ങളുടെ ഡയലോഗിന് ശേഷമാണ് എൻ്റെ ഡയലോഗ്, അപ്പോൾ എൻ്റെ ഇമോഷൻ ഇതായിരിക്കണം, അത് കഴിഞ്ഞിട്ട് മറ്റേ ആൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾ അറിയാതെ സംഭവിക്കുന്നതാണ്. അപ്പോൾ അതൊരു പ്രാക്ടീസാണ് അല്ലേ. നാളെ നിങ്ങൾക്ക് പോയിട്ടൊരു ക്രിക്കറ്റ് കളിക്കാനോ ഫുട്ബോൾ കളിക്കാനോ കളിക്കാം, പക്ഷേ ഏറ്റവും നന്നായിട്ട് കളിക്കണമെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് വേണം. അപ്പോൾ ഇപ്പോൾ ഞാനൊരു 10 അല്ലെങ്കിൽ ഒരു വർഷം അഭിനയിക്കാതിരുന്നിട്ടൊരു സിനിമ അഭിനയിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആയിരിക്കുമോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് നിരന്തരമായിട്ടുള്ള നിത്യത്തൊഴിൽ അഭ്യാസം എന്ന് പറയുന്ന പോലെ അതിൻ്റെ കൂടെ അറിയാതെയോ അറിഞ്ഞോ ഒരു ഭാഗ്യം എന്ന ഒരു വാക്കാണ്. പക്ഷേ അതിന് ഒരുപാട് തരത്തിൽ നമുക്ക് നിർവചിക്കാം. അതും കൂടെ ചേരുമ്പോഴാണ് ഒരു ആക്ടർ ഉണ്ടാകും. മുകേഷ് ചോദിച്ചതിൻ്റെ ഒരു മറുവശം പറയാൻ വേണ്ടിയിട്ട് വേണേൽ ഒരാളുണ്ട് ഇവിടെ. അല്ലെങ്കിൽ ലാലിൻ്റെ അഭിനയ ചാതുര്യം, അഭിനയത്തോടുള്ള ലാലിൻ്റെ അഭിനിവേശം, അല്ലെങ്കിൽ ആ ഒരു മിഴിവ്, അത് പറയാൻ വേണ്ടിയിട്ട് ലാലിനെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. ആയിക്കോട്ടെ. മോഹൻലാൽ എന്നുള്ള നടൻ ജീവിതത്തിനേക്കാളും കൂടുതൽ സിനിമയിലാണ് ജീവിച്ചത്. സ്വന്തം ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ പോലും മറന്നു പോകുന്നു എന്ന് പറയാൻ വേണ്ടി ഒരു സംഭവം ഓർമ്മിപ്പിക്കുക. ലാൽ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഫ്ലൈറ്റിൽ സുചിത്രയുമായിട്ട് യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഭാര്യ സുചിത്ര ചോദിച്ചു, ചേട്ടാ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അയാളും ഇല്ല, ഇന്ന് ആസ് യൂഷ്വൽ വെള്ളിയാഴ്ച ഞാനിപ്പം ചെന്നിറങ്ങിയോണ്ട് ഷൂട്ടിങ്ങിന് പോകുന്നു, പുതിയ പടമാണ്, അപ്പോൾ അതിൻ്റെ ഒരു ഗെറ്റപ്പ് കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചു. എന്താ ഇന്നത്തെ ദിവസത്തിന് എനിക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായില്ല. അപ്പോൾ സുചിത്ര പറഞ്ഞു, ഇന്ന് നമ്മുടെ മാരേജ് ആനിവേഴ്സറിയാണ്, അതുപോലും ഓർമ്മയില്ലേ? ലാൽ അപ്പോഴാണ് അത് ഓർമ്മിക്കുന്നത്. പെണ്ണുങ്ങൾക്ക് പിന്നെ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്ന സമയമാണ്. പക്ഷേ നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു സ്വഭാവം അതാണ്. എൻ്റെ ആദ്യത്തെ സിനിമ പിന്നെ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ചെയ്ത നാടകത്തിൻ്റെ സംവിധായകനാണ് രാജു. കമ്പ്യൂട്ടർ ബോയ് എന്ന് പറഞ്ഞ് വേലൂർ സുധീർ ബാബു അല്ലേ? സുധീർ കുമാർ. അപ്പം അന്ന് വരെ 10ാം ക്ലാസ്സുകാരുടെ കുത്തകയാണ് ബെസ്റ്റ് ആക്ടർ. അപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ അദ്ദേഹം ഡോക്ടറാണ്, എൻ്റെ കൂടെയുള്ള അഭിനയിച്ച പ്രദീപ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഇങ്ങനെ അന്ന് രാജു എന്ന് പറയുന്ന, അല്ലെങ്കിൽ അദ്ദേഹം സ്കൂൾ കഴിഞ്ഞിട്ട് അവിടെ സ്കൂളിലെ ബെസ്റ്റ് ആക്ടറൊക്കെ ആയിട്ട് നാടകം എന്ന് പറയുന്നത് ഭയങ്കര, പുള്ളിക്ക് ഒരു ആക്ടർ ആകണമെന്ന്, പിന്നെ അന്നൊക്കെ പിന്നെ മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിച്ചു. അപ്പം ഞങ്ങൾക്കൊരു നാടകം ചെയ്യുന്നതുകൊണ്ടപ്പം അതിൻ്റെ സംവിധായകനായി വന്ന് ആദ്യമായിട്ട് എന്നെ ഡയറക്റ്റ് ചെയ്ത ആളാണ്. അതിനെനിക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടി. അതിൽ 27 രൂപയും കിട്ടി. അതറിയില്ല, ആണോ? പക്ഷെ ഞാൻ അത് ഞാൻ ഓർക്കുന്നില്ല. അത് പക്ഷേ സുധീർ കുമാർ മറക്കില്ല ആയിരിക്കാം. അത് പക്ഷേ എന്നാൽ എനിക്ക് കിട്ടിയിട്ടില്ല, അയാൾ എടുത്തിട്ടുണ്ടോ? സത്യമാണ്. കാര്യം അന്ന് 27 രൂപ എന്ന് പറഞ്ഞാൽ വലിയ പൈസയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ആ സമയത്ത് അവിടെ ഇല്ല. കാര്യം ഇത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോഹൻലാലിന് ബെസ്റ്റ് ആക്ടർ കിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ബാക്കിയുള്ള ആൾക്കാർ സുധീറിനാണ് അന്വേഷിച്ച് അടി കൊടുക്കാൻ. കാര്യം ഇത് 10ാം ക്ലാസ്സുകാരുടെ കുത്തകയായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞ കഥ സത്യമാണ്. അത് പറഞ്ഞ രീതിയിലുള്ള കാര്യമല്ല, ഞാനത് മറക്കാറുണ്ട്. ഞാനത് ഇനി ഒരിക്കലും മറക്കില്ല എന്ന്. ഒരു പക്ഷേ നമ്മളെ ജീവിതത്തെ അത്ര ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളോ ഇതെല്ലാം ഓർത്ത് വെച്ച് അവരെ പ്ലീസ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ശ്രമിക്കാറില്ല. ഇപ്പം April 28 എന്ന് പറയുന്നതാണ് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ ആ ദിവസം ഞാൻ മറന്നുപോയി. ഇത് രാജു പറഞ്ഞതിൽ കുറച്ചുകൂടെ ശരിക്കും നടന്നത്, ഞാനന്ന് ദുബായിക്ക് പോവാണ്. അപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ കാറിൽ എന്നെ എയർപോർട്ടിൽ വിടാനായിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് കാറിൽ കയറി ഞാൻ യാത്ര പറഞ്ഞ് പിരിഞ്ഞു. ഞാൻ എൻ്റെ ലോഞ്ചിലിരിക്കുന്ന സമയത്ത് എനിക്കൊരു ഫോൺ വന്നു.
ഫോൺ വന്നിട്ട് പറഞ്ഞു ആ ബാഗിൻ്റെ ഉള്ളിൽ ഞാനൊരു കാര്യം വെച്ചിട്ടുണ്ട്, ഒന്ന് നോക്കണം. ഞാൻ ചോദിച്ചു എന്താണ്? അല്ല അത് നോക്കൂ എന്ന് പറഞ്ഞു. ഞാൻ ബാഗ് തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ കയ്യിലുള്ള ബാഗിൻ്റെ ഉള്ളിൽ നോക്കിയപ്പോൾ ഒരു പ്രസൻ്റാണ്, അതൊരു മോതിരമാണ്. ഞാൻ ഈ മോതിരം എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ കൂടെ ഒരു കുറിപ്പം ഉണ്ടായിരുന്നു. ഈ ദിവസമെങ്കിലും മറക്കാതിരിക്കുക, ഇന്ന് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ നമുക്ക് വളരെ സങ്കടം തോന്നി. ഭാര്യ സ്കോർ ചെയ്തോടെ? ഭാര്യ സ്കോർ ചെയ്തു. അവരെപ്പോഴും അങ്ങനെ വേണ്ട, അങ്ങനെ ചെയ്യട്ടെ, അതുകൊണ്ടൊന്നും നമുക്ക് സങ്കടമില്ല. പക്ഷേ അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ അങ്ങനെ ഒരു വളരെ ഇത്തരം കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാത്ത ആളാണെന്ന് എനിക്ക് അന്ന് തോന്നി. എനിക്ക് വളരെയധികം സങ്കടം തോന്നി. കാര്യം ഈ ദിവസമെങ്കിലും മറക്കാതിരിക്കുമോ എന്ന് പറഞ്ഞപ്പോൾ അത് ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളാണല്ലോ വലിയ വലിയ കാര്യങ്ങൾ. കുറ്റപ്പെടുത്തലിന് ഒരു സ്വരം ഉണ്ട് ലാലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ ആ ദിവസം പിന്നെ മറന്നിട്ടില്ല. പക്ഷേ ഇത് വലിയ ഒരു തിരിച്ചറിവായിട്ട് എനിക്ക് മാറിയല്ലേ. ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കാട്ടിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴാണ് അവർക്ക് സങ്കടമുണ്ട്. ലാൽ പറഞ്ഞ വലിയ പ്രസക്തമായൊരു കാര്യം. എന്താ കാരണം വെച്ചാൽ വലിയ കാര്യങ്ങളെക്കാൾ പലപ്പോഴും പ്രസക്തമാകുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. അപ്പോൾ അത് ചെറിയ കാര്യങ്ങൾ കറക്റ്റ് ചെയ്താൽ വലിയ കാര്യങ്ങൾ ഉണ്ടാകില്ല. അപ്പോൾ ഇനി ഏതൊക്കെയാലും വിവാഹ ആനിവേഴ്സറി ലാലും മറക്കില്ല. ഇല്ല. അന്ന് അത് എന്തെങ്കിലും ഉണ്ടോ? പിന്നെ വേറെ കാര്യമുണ്ട്. ഈ സുധീർ കുമാർ തന്നു എന്ന് പറയുന്ന 27 രൂപ കിട്ടാതെ പോയത് കൊണ്ട് ആ 27 രൂപ വാങ്ങണം. തീർച്ചയായിട്ടും ഞാനത് എന്താണെന്ന് പറഞ്ഞത്. തീർച്ചയായും അദ്ദേഹം അത് കഴിഞ്ഞ് ഒരുപാട് നല്ല ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എ ഓട്ടയായാലും നേരത്തെ കണ്ടതൊക്കെ മണിയൻ പിള്ള പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളാണ്. ഈ TP വെള്ളാനകളുടെ നാട്. അദ്ദേഹം ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ഇപ്പോഴും അദ്ദേഹം സിനിമയിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. സുധീർ അദ്ദേഹം അതായത് ഇത്രയും ഹ്യൂമർ സെൻസുള്ള അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ ഇത്രയും ലൈവ്ലി ആക്കി മാറ്റാൻ പറ്റുന്ന വേറെ ഒരു സുഹൃത്തിനെ ഞാൻ കണ്ടിട്ടില്ല.